പണം തിരികെ കിട്ടുന്നതിന് ഒന്നുകിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് ഉണ്ടാകണം. അതിനുള്ള ശ്രമമാണ് ഞാൻ നേരത്തെ നടത്തിയിരുന്നത്. കാരണം ഇപ്പൊ LDFന്റെ ഭരണമാണ്, ഞാനൊരു LDF അനുഭാവിയാണ്. പൈസ വേണം, പക്ഷെ ഇതാണ് കാര്യം, അവരെ എടുത്തവര് കോടികൾ എടുത്തോണ്ട് പോയവരെ കണ്ടെത്തി പിടിച്ച അവരെ വസ്തുവകകൾ കണ്ടെത്തി ലേലം ചെയ്ത് നമുക്ക് തന്നൊക്കെ പറ്റുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ശാരീരിക അസ്വാസ്ഥ്യം കൂടെ വന്നു, ദേഹം മുഴുക്ക ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വന്നു. 3 ആഴ്ച മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നു, കുറച്ച് വ്യത്യാസം വന്നു, പക്ഷേ പൂർണ്ണമായും മാറിയില്ല. അപ്പം അതിൻ്റെ ഇതിലായിരിക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ചൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇനി ഇവർ തന്നെ അഭിരാമി ലോണുകൾ എടുത്തവർ തന്നെ സ്വത്തുവകകളൊക്കെ ഉണ്ടോ, ആരുടെയെങ്കിലും ഒക്കെ പേ വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ജോലിയായിരുന്നു. നമുക്ക് വിചാരിച്ചാൽ പറ്റില്ലല്ലോ. റിട്ടയർമെന്റ് പൈസയും പിന്നെ എൻ്റെ മോക്ക് കുറച്ച് പൈസ അവക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാടക കെട്ടിടം ഞങ്ങൾ വാങ്ങിക്കൊടുത്ത്, എൻ്റെ റിട്ടയർമെന്റ് പൈസ കൊടുത്ത്. അതിൽ നിന്ന് കിട്ടുന്ന അവൾക്ക് ജോലി ആയില്ല, BEd കഴിഞ്ഞിട്ട് ജോലി ആവാത്തോണ്ട് അതിൽ നിന്ന് റെന്റ് കൂടി ചേർത്താണ് അവൾ ഇട്ടത്. എൻ്റെ റിട്ടയർമെന്റ് പൈസ തന്നെയാണ് ഇത്. ജോസഫ് ചേട്ടൻ ഇവിടെ റോഡ് സൈഡിൽ ഒരു കടയൊക്കെ ഇട്ടിരിക്കുന്ന ചേട്ടനാണ്. ചേട്ടൻ എത്ര വയസ്സുണ്ട്? 65. 65 വയസ്സിലും ജോലി ചെയ്യാന്നൊക്കെ പറയുമ്പോ എങ്ങനെയായിരിക്കും സാഹചര്യം എന്നൊക്കെ നമുക്കറിയാം. ചേട്ടാ, എത്ര രൂപയാണ് എനിക്ക് ഇനി 1.5 ലക്ഷം രൂപ. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവര് ഇപ്പോഴേ ഇത് എടുത്തോണ്ട് പോയവരാരും തിരിച്ചടയ്ക്കുന്നില്ല. ഈ കോടികൾ എടുത്തോണ്ട് പോയവരാണ്. അവർക്ക് വകയും സ്വത്തും ഉണ്ട്. അത് സർക്കാർ കണ്ടെത്തി അതിനെ ലേലം ചെയ്ത് ബാക്കിയുള്ള കൃഷിക്കാർക്ക് കൊടുത്താലേ നിവൃത്തിയുള്ളൂ. അത് അവര് ചെയ്യുന്നില്ല. അവര് നടപ്പില്ലാതെ ജാമ്യങ്ങൾ എടുത്തോണ്ടൊക്കെ നിൽക്കുകയാണ്. പ്രതിഷേധവും സമരമൊക്കെ ആയിട്ട് പോവുകയാണ്. പ്രതിഷേധ സമരമായിട്ട് പോവുകയാണ്. ചെയ്തിട്ട് എന്ത് കാര്യം? പൈസ വേണം, പക്ഷെ ഇതാണ് കാര്യം, അവരെ എടുത്തവര് കോടികൾ എടുത്തോണ്ട് പോയവരെ കണ്ടെത്തി പിടിച്ച അവരെ വസ്തുവകകൾ കണ്ടെത്തി ലേലം ചെയ്ത് നമുക്ക് തന്നൊക്കെ പറ്റുള്ളൂ. സർക്കാർ ഏറ്റെടുക്കണം. സർക്കാർ ഏറ്റെടുത്താലേ നടക്കുള്ളൂ. അതിന്റെ നടപടി ശരിയാവുള്ളൂ. ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ അവിടെ നിക്ഷേപിച്ചു? ഒരുപാടുണ്ട്. എന്റെ ഒരു സുഹൃത്ത് ഇപ്പം 2 മന്ദബുദ്ധി പിള്ളേരാണ്. അവര് 20 ലക്ഷം രൂപ അവരെ വസ്തു വിറ്റ പൈസയാണ്. 2 ഇട്ടാണ്. ബാബു എന്നാണ് പേര്. അതും ഇതുവരെ കിട്ടിയില്ല. വരം പിച്ചക്കായിട്ട് 5000, 2000 ഇങ്ങനെ വെച്ചാണ് കൊടുക്കുന്നത്. അത് എന്റെ ഏറാപ്പിൽ കൊണ്ടിട്ട പൈസയാണ്. അവര് 20 ലക്ഷം രൂപ കൊണ്ടിട്ട് ഇനി 15 ലക്ഷം രൂപയ്ക്ക് മുമ്പോട്ട് കിട്ടാറുണ്ട്. ഒരുപാടുണ്ട്. വേറെ ഒരുപാടുണ്ട്. ലക്ഷങ്ങൾ ഇട്ടവരുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ മരിച്ചു. അത് 1,80,00,000 രൂപ ഉണ്ടായിരുന്നു. കിട്ടിയിട്ടുള്ള വെറും 25,000 രൂപ കിട്ടിയിട്ടുള്ള. ഇതാണ് അവസ്ഥ. ആ ബാങ്കിൽ ഇരുന്ന ഉദ്യോഗസ്ഥ അവിടെ ഇരുന്ന സ്റ്റാഫുകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതിൽ 1-2 സ്റ്റാഫുകളെ എടുക്കാതെ ഉള്ളൂ. ബാക്കി എല്ലാ സ്റ്റാഫുകളും എടുത്തിട്ടുണ്ട്. അവർക്ക് സ്വത്തുമുണ്ട്. അത് കണ്ട വസ്തുക്കൾ ജാമ്യം കൊണ്ട് വെച്ചാണ് അവർ പൈസ എടുത്തിരിക്കുന്നത്. അവർ ഏക്കറണക്കിന് വസ്തുക്കൾ മാറ്റിയിട്ടിട്ടുണ്ട്. പക്ഷെ അത് സർക്കാർ കണ്ടെടുത്ത് സർക്കാർ ഏറ്റെടുത്ത് ചെയ്യണം. നമസ്കാരം. നമ്മളൊക്കെ പണം സേവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ്. അത്തരത്തിൽ പലപ്പോഴും പലരും സഹകരണ സംഘത്തിലൊക്കെയാണ് പണം സേവിങ്സിന് വേണ്ടിയിട്ട് നിക്ഷേപിക്കാറുള്ളത്. പക്ഷേ തിരുവനന്തപുരത്ത് മുക്കോല എന്ന് പറഞ്ഞ സ്ഥലത്ത് രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവിടെ ഇത്തരത്തിൽ പണം നിക്ഷേപിച്ച ആളുകൾ വളരെ ദുരിതത്തിലാണ് എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ 9ഓളം മാസമായിട്ട് പുറത്തു വരുന്നത്. നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളും പരാതികളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും പരാതികൾ തീരുന്നില്ല എന്നുള്ളതാണ്. ചികിത്സയ്ക്കടക്കം മാറ്റിവെച്ചിരിക്കുന്ന പണം നിക്ഷേപിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ഇന്ന് ഈ സ്ഥലത്ത് ഉള്ളത്. നമ്മളിപ്പോഴുള്ളത് ഈ പറഞ്ഞ ഈ ബാങ്കിന്റെ മുൻവശത്താണ്. ആ കാണുന്നതാണ് രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം ഉള്ളത്. അവിടെ നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചു. പക്ഷേ എന്തൊക്കെയോ തിരിമറികൾ അല്ലെങ്കിൽ എന്തൊക്കെയോ സ്ഥാപനം പൊട്ടി പാളീസായി എന്നൊക്കെ പറയേണ്ടി വരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്ത അവിടെ പുറത്തു വന്നിരുന്നു. അത് മാത്രമല്ല 8 മാസങ്ങൾക്ക് മുമ്പാണ് ഈ സ്ഥാപനത്തിലെ ബാങ്ക് മാനേജറാണ് എന്ന് തോന്നുന്നു അദ്ദേഹവും ഈ പറയുന്നത് പോലെ ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത്.
നിരവധി കുടുംബങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്തയോട് സംസാരിച്ചത്. ഈ സംസാരിക്കുന്നവരൊക്കെ പറയുന്നത്, ഞങ്ങൾ ചോദിക്കുന്നത് ഒരു സഹായമോ അല്ലെങ്കിൽ ഔദാര്യമോ ഒന്നുമല്ല. ഞങ്ങൾ നിക്ഷേപിച്ച ഞങ്ങളുടെ പണം, ഞങ്ങളുടെ അവകാശം അത് തിരികെ നൽകണം എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തുക തിരികെ നൽകുക എന്നുള്ളതാണ് ഇവരുടെ ഒക്കെ ആവശ്യം. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന ചെറിയ തുക നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾക്ക് 2000-3000 രൂപയൊക്കെ വെച്ച് കൊടുക്കുന്നു എന്നാണ് വിവരം. അല്ലാത്തവർക്ക് ഇന്ന് വരൂ നാളെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും വരികയും അവരെ മടക്കി അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ബാങ്ക് അവസ്ഥ ഇപ്പോൾ പോകുന്നത്. എന്തായാലും ജനങ്ങൾ അവരുടെ ഒരു വിശ്വാസത്തിന്മേലാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് പണം നിക്ഷേപിച്ചിരിക്കുന്നത്. അതിന്റെ പേരിൽ വലിയൊരു നഷ്ടം തന്നെ അവർക്ക് ഉണ്ടായിരിക്കുകയാണ്. പലരും വലിയ രോഗം പിടിപെട്ടിട്ടുള്ള ആളുകളാണ്. അവർക്ക് വേണ്ടുന്ന ചികിത്സയുടെ ഭാഗമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു പണമാണ്. അപ്പൊ അതൊക്കെ കിട്ടിയാലേ ചികിത്സയടക്കം മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളൊരു ആശങ്കയാണ് ഈ ജനങ്ങൾക്കൊക്കെ ഉള്ളത്. എന്തായാലും ഒന്നുകിൽ ഈ ബാങ്ക് അധികൃതർ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിലൊരു ഇടപെടൽ നടത്തി പണം തിരികെ നൽകുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ സർക്കാർ ഇതിനെ ഏറ്റെടുത്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നാണ് ഇവിടുത്തെ ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള പരാതിക്കാരായിട്ടുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നവരിൽ ഒരാൾ എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ആനാട് ശശി എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹത്തിനും നിരന്തരമായിട്ട് ഈ ഒരു പണം ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ട് വലിയൊരു മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ വീടിന് മുൻവശത്ത് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ, അതായത് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം, പ്രതിസന്ധി എന്നത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെ മലയാളി വാർത്തയോട് പ്രതികരിക്കും. സാറിന്റെ ബ്രദറാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. സാർ, എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാജീവ് ഗാന്ധി റെസിഡൻസ് ആ സൊസൈറ്റിയിൽ ഇട്ടിരുന്ന കാശ് നഷ്ടപ്പെട്ടതിൽ പുള്ളിക്ക് പ്രയാസമുണ്ട്. അതിനുശേഷം ഇപ്പോൾ ശാരീരിക അസ്വാസ്ഥ്യം കൂടെ വന്നു. ദേഹമുഴുക്ക ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വന്നു. 3 ആഴ്ച മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നു. കുറച്ച് വ്യത്യാസം വന്നു, പക്ഷേ അത് പൂർണ്ണമായും മാറിയില്ല. അപ്പം അതിൻ്റെ ഇതിലായിരിക്കുമ്പോഴാണ് പിന്നെ ഈ ചെവിക്കകത്തെന്തോ ചെറിയൊരു പ്രശ്നം കൂടെ വന്നു. അതും മെഡിക്കൽ കോളേജിൽ പോയി അതും ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മാനസിക അസ്വാസ്ഥ്യങ്ങളും കൂടെ ആയിരിക്കാം ഇത് വന്നെന്നുള്ളതാണ് എൻ്റെ അനുമാനം. എന്തെങ്കിലും എത്ര രൂപയാണ് കിട്ടാനുള്ളത്? അത് എനിക്ക് വ്യക്തമായി അറിയില്ല. പത്രവാർത്തകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 1.5 കോടിയോളം രൂപ ഉണ്ടെന്നാണ് എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് വേറെ ആരുടെ കാശും കൂടെ അതിനകത്തുണ്ട്, അതും പറഞ്ഞു. പിന്നെ അതിൻ്റെ കൃത്യമായ കണക്ക് എനിക്കറിയില്ല. ഇതിന് ശേഷം ആ ബാങ്കിന്റെ പ്രവർത്തകരാരെങ്കിലും ഇവിടെ എന്തെങ്കിലും കൂടുതൽ നടപടിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാന്ന് പറയുകയും ചെയ്തിരുന്നു? അതെനിക്കറിയില്ല. കാരണം ചേട്ടൻ താമസിക്കുന്നത് വെള്ളയമ്പലമാണ്, ഞാൻ താമസിക്കുന്ന ആ നാടാണ്. പുള്ളിയുടെ ജന്മസ്ഥലവും ആ നാടാണ്. പുള്ളിയുടെ ഇപ്പോഴും താമസിക്കുന്നത് നെടുമങ്ങാടാണ്. പുള്ളി വീട് വെച്ച് താമസിക്കുന്നത്. ഇപ്പോൾ മകളുടെ പഠിത്തം പ്രമാണിച്ച് ആണ് ട്രിവാൻഡ്രം വെള്ളയമ്പലത്ത് പുള്ളി വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. മറ്റാരെങ്കിലും വന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ചേട്ടാ, എന്താണ് ശരിക്കും ആ ഒരു ബാങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്? ഇപ്പൊ എത്ര രൂപ അവിടെ നിക്ഷേപിച്ചിരുന്നു? ഞാനിവിടെ ആനാട് LPS അധ്യാപകനായി അവസാനം 1 വർഷം ഹെഡ് മാസ്റ്ററായിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പം കിട്ടിയ പെൻഷൻ തുക മൊത്തവും ആ ബാങ്കിൽ അതിനു മുമ്പ് തന്നെ എൻ്റെ ജ്യേഷ്ഠനും അളിയനും എല്ലാം അവിടെ നിക്ഷേപം ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ബന്ധു കുട്ടി അവിടെ, ആ കുട്ടിയെ സ്ഥിരപ്പെടുത്തി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ വർഷവും അവർക്ക് ഒരു ടാർഗറ്റ് ഇട്ട് നിക്ഷേപം പിടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ എന്നോട് ചോദിച്ചനുസരിച്ചാണ് ഞാൻ അവിടെ മൊത്തം കൊണ്ട് അവിടെ ഇട്ടത്. അത് എൻ്റെ മക്കളുടെ പഠിത്തവും അതുപോലെ മോളെ വിവാഹം ഇതൊക്കെ കണക്കാക്കി ഒരു കരുതൽ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ആ പൈസ മൊത്തം അവിടെ കൊണ്ടിട്ടത്. അത് കുറെ എൻ്റെ മോൻ്റെ വിവാഹം ഇതിനിടയ്ക്ക് കഴിഞ്ഞു, 2 വർഷം മുമ്പ് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് പൈസ എടുത്തു. പിന്നെ അല്പം വീട് മുകളിൽ നമ്മുടെ ടെറസിന് മുകളിൽ ഷീറ്റ് ഇടാനൊക്കെ കുറച്ച് പൈസ, അങ്ങനെ സോളാർ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ, അതൊക്കെ എടുത്ത് അത് മാത്രം ഉണ്ട് മിച്ചം. ബാക്കി മൊത്തവും ഏകദേശം 10-24 ലക്ഷം രൂപ വരെ
പലിശ പോലും ഇല്ലാതെ SBIയിൽ ഏകദേശം 2 ലക്ഷവും ബാക്കി FD ആയിട്ട് പോയ ഒരു കണ്ടീഷനിലാണ്. എന്താണ് ഇപ്പം ബാങ്കിന്റെ ബാങ്കിന്റെ എന്ന് പറഞ്ഞാൽ അവര് ഒരു രേഖകളുമില്ലാതെ ഒരു ഗഹാൻ വെച്ച് ഒരുപാട് ലോണുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ഇത് അവരുടെ ചിട്ടികൾ ബിനാമി പേരുകളിൽ എഴുതിയെടുക്കുക, തിരിച്ചടവില്ലല്ലോ. ആ രീതിയിലാണ് അത്രയും പോയിരിക്കുന്നത്. ഇനിയിപ്പം അത് എല്ലാ രാഷ്ട്രീയക്കാരും അതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടിയിട്ട് പൈസ എടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നാണ് അറിയുന്നത്. ഇപ്പം ചേട്ടന്റെ ഒരു സുഹൃത്താണല്ലോ മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത്. അത് നമ്മുടെ നാടിന്റെ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട കക്ഷിയാണ് ശശി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ആ നാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതലേ വളരെ അടുത്ത ബന്ധമുള്ള കക്ഷിയായിരുന്നു. ഇപ്പൊ അതായത് പലരെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വിഷയം കൂടെയാണ്. അതിന് പറയണ്ടല്ലോ, അതുപോലെയുള്ള അവസ്ഥകളിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം കണ്ടാണല്ലോ ഈ പൈസ നിക്ഷേപിക്കുന്നത്, അല്ലാതെ നമുക്കെല്ലാം അധികം ഉണ്ടായിട്ട് കൊണ്ടിട്ടുന്നതല്ലല്ലോ. ഇന്നൊരു ലക്ഷ്യത്തിന് നമുക്ക് അന്ന് കരുതലുണ്ട്, കടന്നോടണ്ട എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണല്ലോ നമ്മൾ പൈസ കൊണ്ടിട്ടുന്നത്. ആ കാര്യം നടക്കാതെ വരുമ്പോൾ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ അവസരത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം. ആരെങ്കിലും പരിചയത്തിൽ ആരെങ്കിലും അറിയാമോ ഇതുപോലെ ചികിത്സയോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇപ്പോ നിൽക്കുന്നത്? നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതിന് നമ്മളിവിടെ ഒരു നിക്ഷേപക സംരക്ഷണ സമിതിയൊക്കെ രൂപീകരിച്ച് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. അങ്ങനെ അതിന്റെ 1-2 തവണ അതിന്റെ പ്രവർത്തനത്തിനൊക്കെ പോയിട്ടുമുണ്ട്. അതിലൊക്കെ ഒരുപാട് പേരിങ്ങനെ പല കിഡ്നി അസുഖം, ഹാർട്ടിന്റെ അസുഖം കയറി ഇറങ്ങിയാൽ 5 പൈസയും ഇല്ല. എനിക്കും ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് ഒരു 2-3 തവണയായിട്ടൊരു 15,000 രൂപ അത് നമ്മൾ ചെന്ന് നിന്ന് യാചിച്ച് ആരെങ്കിലും ലോൺ അടയ്ക്കാൻ അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ ചിലപ്പോൾ 2,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ. നമ്മുടെ ഉദ്ദേശങ്ങൾ നടക്കില്ലല്ലോ ഇങ്ങനെ പൈസ കിട്ടിയിട്ട്. എനിക്ക് മോൾ ഏകദേശം അവളുടെ വിവാഹമായി എന്ന് വേണമെങ്കിൽ പറയാം. 1 വർഷം മുമ്പേ ആലോചന തുടങ്ങിയതാണ്. ഞാൻ അന്ന് ഇത് പണ്ട് പറഞ്ഞ പോലെ നമുക്ക് പൈസ കിട്ടാനുള്ളവരാണ് പൊളിച്ചടക്കേണ്ട സ്ഥിതി. അങ്ങനെ ആ കണ്ടീഷനിലാണ്. പിന്നെ ഇപ്പൊ അടുത്ത ഈ മാസം തന്നെ 24-ാം തീയതി അവളുടെ ഒരു നിശ്ചയിപ്പ് വെച്ചിരിക്കുകയാണ്. കാരണം കല്യാണം നടത്താൻ നിവൃത്തിയില്ല. കല്യാണം എന്ന് നടത്താം എന്ന് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. അതായത് സമ്പാദ്യം മുഴുവൻ ബാങ്കിലാണ്. പിന്നെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് അങ്ങനെ വീട്ടുകാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ കണ്ടീഷൻ. ഇപ്പൊ ബന്ധു അവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ആ കുട്ടി ഇപ്പൊ പോകുന്നില്ല. ആ കുട്ടിയുടെ കെയർ ഓഫിൽ തന്നെ ഇവിടെ ഉള്ള ആ നാട്ടിലുള്ള മിക്കവാറും എല്ലാം ആ കുട്ടിയുടെ കെയർ ഓഫിൽ തന്നെയാണ് പോയത്. അവരും അവസാന നിമിഷം വരെ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയും അത് ഇങ്ങനെ ഒരു സ്ഥിതി ആ ബാങ്കിന് ഉണ്ടെന്നുള്ളത്. ആ കുട്ടികൾ അവരെ അതിന് ഉള്ളിലുള്ള കാര്യങ്ങളിൽ അവരെ ഇടപെട്ടിരിക്കില്ലായിരുന്നു. പക്ഷെ അവസാനം ആരോപണം വന്നത് അവരാണത് പറഞ്ഞ് ബാങ്കിനെ പൊളിച്ചത്. അവര് പറഞ്ഞത് കൊണ്ടാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് പൈസയ്ക്ക് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അവിടുത്തെ പ്രചാരണങ്ങൾ. എന്തായാലും വലിയൊരു പ്രതിസന്ധി. എങ്ങനെ തീരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ക്രൈംബ്രാഞ്ചൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇനി ഇവര് തന്നെ ബിനാമി ലോണുകൾ എടുത്തവര് തന്നെ സ്വത്തുവകകളൊക്കെ ഉണ്ടോ, ആരുടെയെങ്കിലും ഒക്കെ പേ വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ജോലിയല്ല. നമുക്ക് വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ മുതലാക്കാൻ പറ്റുമെന്നെങ്കിലേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതകാലത്ത് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ല. എനിക്ക് 3 തവണയായിട്ട് 3.5 ലക്ഷം രൂപ, 2 ലക്ഷം, 1 ലക്ഷം, പിന്നെ 50,000 രൂപ, അങ്ങനെ 3 തവണയായിട്ടാണ് ഇട്ടത്. 3.5 ഇട്ടു. എൻ്റെ മകള് 4 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 7.5 ലക്ഷം രൂപയാണ് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് നഷ്ടമായത്. എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നുണ്ടോ? നടപടി എന്ന് വെച്ചാൽ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പൊ ഞങ്ങള് പിന്നെ DGPക്കും പിന്നെ സഹകരണ സംഘ രജിസ്ട്രാർക്കും വിജിലൻസിലും DYSP നെടുമങ്ങാടിനൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ DGP പോയി നേരിട്ട് കണ്ടു. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിലല്ലേ ജോലി ചെയ്തിരുന്നു. അപ്പൊ DGP എടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ അത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തന്നെ അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നടന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് ആ കേസ് ഏറ്റെടുത്തതിന് ശേഷം ഇപ്പൊ അന്വേഷണം നടന്നു വരുന്നു എന്ന് അറിയുന്നു. അപ്പൊ അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന രാഗിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ അവര് നമ്മളെ പൈസ എടുത്ത് തന്നെയാണ് അവര് ജാമ്യത്തിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അതിൽ 2 പ്രതികൾ ഒളിവിലായി പോയതിന് ശേഷം ഇപ്പം ഗൾഫിലാണെന്നും അറിയുന്നു. അതായത് പണം തട്ടിയവരൊക്കെ അവരെല്ലാം നാട് കടന്നു വെച്ചാൽ 2 ദിനു ചന്ദ്രനും പിന്നെ ഒരു വേറൊരു പഴയ സെക്രട്ടറി, അവർ 2 പേരും ഗൾഫിലാണെന്ന് അറിയപ്പെടുന്നു. ഇനിയിപ്പോ എന്താണ് പണം തിരികെ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്?
ഓപ്ഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സഹകരണ സംഘ രജിസ്ട്രാറിന്റെ ഓഫീസിൽ നിന്ന് ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ ജീവനക്കാരിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പണങ്ങളെല്ലാം അന്വേഷിച്ച് അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തി അത് ജപ്തി ചെയ്ത് ഞങ്ങൾക്ക് ഇതേപോലെയുള്ള നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. സഹകരണ സംഘ രജിസ്ട്രാർ ഇത് അന്വേഷിച്ച് നടപടി ഉണ്ടാകണം. അല്ലാതെ നമുക്ക് പോലീസിലെന്ന് പറയുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനേ പറ്റുള്ളൂ. പൈസ കിട്ടണമെങ്കിൽ സംഘ രജിസ്ട്രാർ ഇത് അന്വേഷണം ഇതുവരെ ഞാൻ ഇന്നലെയും പോയി മുണ്ടേല സൊസൈറ്റിയിൽ, ഇതുവരെ അന്വേഷണത്തിന് വന്നില്ല. അവരെ പ്രതിയാക്കണം. കാരണം അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഇതേപോലെ പരാതി കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തുകൊണ്ട് അന്വേഷണം വരുന്നില്ല? സംഘത്തിലൊരു വരുമ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ട് സഹകരണ സംഘമല്ലേ അന്വേഷിക്കേണ്ട. അവരിൽ നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്നാൽ മാത്രമേ ഞങ്ങൾ നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടൂ എന്നുള്ളത് എന്റെ തോന്നൽ അങ്ങനെയാണ്. അമ്മയുടെ റിട്ടയർമെന്റ് പൈസയും പിന്നെ എന്റെ മോക്ക് കുറച്ച് പൈസ അവക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാടക കെട്ടിടം ഞങ്ങൾ വാങ്ങിക്കൊടുത്ത് എന്റെ റിട്ടയർമെന്റ് പൈസ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന അവക്ക് ജോലി ആയില്ല, BEd കഴിഞ്ഞിട്ട് ജോലി ആവാത്തോണ്ട് അതിൽ നിന്ന് റെന്റ് കൂടി ചേർത്താണ് അവൾ ഇട്ടത്. എന്റെ റിട്ടയർമെന്റ് പൈസ തന്നെയാണ്. എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ സൊസൈറ്റിയിൽ നിക്ഷേപകനായിരുന്നു. മകളുടെ ഒരു വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ വിഡ്രാ ചെയ്യാൻ ചെന്നപ്പോഴാണ് അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ നമ്മൾ അറിയുന്നത്. ഒരു 10-20 തവണ നമ്മൾ നടത്തിച്ചിട്ടും ആ പൈസ കിട്ടിയിട്ടില്ല. ഒടുവിൽ 1 ലക്ഷം രൂപ FD ഉള്ളതിനെ ക്ലോസ് ചെയ്ത് SBIയിൽ ഇട്ടാൽ കുറേശ്ശെ തരാമെന്ന് പറഞ്ഞു. ആ പൈസയും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഏകദേശം എത്ര രൂപ? എൻ്റെ പേരിന് 11 ലക്ഷം രൂപയുണ്ട്. വൈഫിൻ്റെ പേരിന് 10 ലക്ഷം രൂപയുണ്ട്. ഇത് ഇവിടെ താമസിക്കുന്ന എൻ്റെ അനിയനാണ്, അവനും 10-20 ലക്ഷം രൂപയുണ്ട്. ചേച്ചി, ഇത് ഞങ്ങൾ പെട്ടുപോയത് ഞങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ എംപ്ലോയിയാണ്. അതിനെ സ്ഥിരപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യിപ്പിച്ചതാണ്. എന്നിട്ട് അതിന് സാലറി ഫിക്സ് ചെയ്ത്, ശമ്പള സ്കെയിൽ അനുസരിച്ച് സാലറിയൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തു. പക്ഷെ അതിൻ്റെ പോസ്റ്റ് സാങ്ഷൻ ചെയ്ത് വാങ്ങിയിട്ടില്ലായിരുന്നു. അതിന് വെറും 5000 രൂപ കൺസോളിഡേറ്റഡ് പേയ്ഡ് നിയമനത്തിന് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുള്ളൂ. അതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിന് സ്കെയിൽ ഓഫ് പേ അനുവദിച്ചതായിട്ട് പറഞ്ഞ് അതിന് ശമ്പളമൊക്കെ കൊടുത്തു വന്നിരുന്നു. അതിനെയും ചതിച്ചു, നമ്മളെയും ചതിച്ചു. അതായത് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നവരും പോലും അറിഞ്ഞിരുന്നില്ല. അപ്പം ആരെങ്കിലും മറ്റ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത്? ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ നിക്ഷേപക കൂട്ടായ്മയുടെ ചെയർമാനായിരുന്നു. ആ കൂട്ടായ്മയിൽ നിന്നൊരു പുതിയ ഇലക്ഷന് കുറച്ച് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് പുതിയ ബോർഡ് ഉണ്ടാക്കാമെന്നുള്ള ശ്രമത്തിലായിരുന്നപ്പോഴാരും തന്നെ നിൽക്കാൻ തയ്യാറല്ല. ഇങ്ങനെയുള്ളൊരു സംഘത്തിനെ എടുത്ത് ബാധ്യത വയ്ക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പലരും പിന്മാറി. ഞങ്ങളാരും മെമ്പർഷിപ്പ് ഉള്ളവരല്ല അതിനകത്ത്. ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന, ഈ കൂട്ടായ്മയുടെ തലപ്പത്ത് നിൽക്കുന്ന ആർക്കും തന്നെ അതിൽ മെമ്പർഷിപ്പ് ഇല്ല. അവരെല്ലാം വെറും ഡെപ്പോസിറ്റേഴ്സ് എന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളവരെയൊക്കെ സമീപിച്ചപ്പോൾ അവരെല്ലാം തന്നെ പുറകോട്ട് മാറുകയാണ് ചെയ്തത്. ഒടുവിൽ ഒരു 10 പേരെ കാൻഡിഡേറ്റായിട്ട് കിട്ടി. നമുക്ക് 13 പേര് വേണം. അവർ 13 പേരുള്ള ഒരു പാനൽ, കോൺഗ്രസ്സുകാരും ഒരു പാനൽ വെച്ചായിരുന്നു. അവസാനം സ്ക്രൂട്ടണിയിൽ അവരുടെ 4 എണ്ണം മാത്രമേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ, നമ്മളുടെ 6 എണ്ണവും. അങ്ങനെ 10 പേരുള്ള ഒരു ബോർഡ് ഇപ്പം നിലവിലുണ്ട്. ആ ബോർഡ് നിലവിൽ വന്നപ്പോൾ ഡെപ്പോസിറ്റേഴ്സായിട്ട് നിന്നവർ ക്രോസ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള, ക്രോസ് അഡ്ജസ്റ്റ്മെന്റ് അറിയാമായിരിക്കും അല്ലേ? ഒരു നിക്ഷേപകന്റെ നിക്ഷേപം അയാൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ലോണിയുടെ അതുമായിട്ട് തട്ടിക്കഴിച്ച് അവരുടെ ഇടപാട് റിക്കാർഡിക്കലായിട്ട് ബാങ്കിൽ ക്ലോസ് ചെയ്യിപ്പിക്കുക. അതാണ്. അപ്പോൾ പാവങ്ങളായ, ഇതിന് സാധ്യതയില്ലാത്ത ആയിരക്കണക്കിന് പാവങ്ങൾ ഒരു പൈസയും കിട്ടാത്തൊരു സ്ഥിതിവിശേഷം വരും. അതിന് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ പുറത്താണ്. ഞാൻ അതിന് പോകുന്നില്ല. ഞാനപ്പോഴേ അവരുടെ ഗുഡ് ബൈ പറഞ്ഞു. നിങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, എൻ്റെ ചെയർമാൻഷിപ്പ് സ്ഥാനം ഞാൻ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിപ്പോന്നു. ഇനിയിപ്പോ എങ്ങനെയാണ് ഈ ഒരു പണം തിരികെ കിട്ടാനൊരു പണം തിരികെ കിട്ടുന്നതിന് ഒന്നുകിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് ഉണ്ടാകണം. അതിനുള്ള ശ്രമമാണ് ഞാൻ നേരത്തെ നടത്തിയിരുന്നത്. കാരണം ഇപ്പോൾ LDFന്റെ ഭരണമാണ്, ഞാനൊരു LDF അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ LDFന്റെ ലീഡർഷിപ്പിനെയൊക്കെ പോയി കാണുകയും ഇങ്ങനെ ഒരു നിക്ഷേപകരുടെ ഒരു ബോർഡ് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഇതിനെ സഹായിക്കാം. കേരള ബാങ്കിൽ നിന്ന് ഒരു ഓഡിയോ മറ്റോ ഒക്കെ അനുവദിപ്പിച്ച് നമുക്ക് ഇതിനെ തൽക്കാലം നിലനിർത്തിക്കൊണ്ട് ഈ കേസ് പറഞ്ഞ് മോഷ്ടിച്ചവരെ നിന്ന് പൈസ തിരിച്ചു പിടിച്ച് ഇതിനെ തിരിച്ചു കൊണ്ടുവരാം, അതിനൊരു സാഹചര്യം ഒരുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു.
പക്ഷേ അതിന് ഈ കൂട്ടായ്മയിലുള്ളവർ സമ്മതിക്കാതെ അതിനെ കലക്കുകയാണ് ചെയ്തത്. ഇനി പൈസ കിട്ടുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഇതുമില്ല. ക്രൈംബ്രാഞ്ചിന്റെ കേസ് അന്വേഷണവും വളരെ സ്ലോ ആണ്. അവർ വിചാരിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റിൽ 68 എൻക്വയറികളുടെ അന്വേഷണ ഉത്തരവൊക്കെ ഇട്ടു. 3 തവണ അത് എക്സ്റ്റെൻഡ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയും എക്സ്റ്റെൻഡ് ചെയ്തു. ആ ഉദ്യോഗസ്ഥൻ ഓഫീസിലും വരുന്നില്ല, അന്വേഷണം നടത്തുന്നില്ല. ഇതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം. കള്ളന്മാർക്ക് കൂട്ടിയിക്കുക എന്നുള്ളതാണ് സഹകരണ വകുപ്പിലുള്ള 90% ജീവനക്കാരും ചെയ്യുന്നതെന്നാണ് എൻ്റെ അനുഭവം. ഇതാണ്, അതായത് കല്യാണം, ചികിത്സ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കണ്ടുകൊണ്ട് പണം നിക്ഷേപിച്ചവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിസ്സഹായരായിട്ട് നിൽക്കുന്ന സാഹചര്യമുള്ളത്. ഇവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം തുടങ്ങി വെച്ചു. പക്ഷെ അതും പാതി വഴിയിലായത് അല്ലെങ്കിൽ മെല്ലപ്പോക്കിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് വേണ്ടതുണ്ട്. അതിന് അധികാരികൾ കണ്ണു തുറക്കേണ്ടതുണ്ട്.